നമസ്കാരം. അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് റൊണാൾഡ് റീഗൻ ദേശീയ വിമാനത്താവളത്തിൽ ഇറങ്ങവേ സൈനിക കോപ്റ്ററുമായി കൂട്ടിയിടിച്ചു തകർന്ന യാത്രാ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിരിക്കുകയാണ്. വിമാനയാത്രയെക്കുറിച്ചുള്ള വിവരവും എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗവുമായി പൈലറ്റുമാർ നടത്തിയ ആശയവിനിമയങ്ങളുമാണ് ബ്ലാക്ക് ബോക്സിൽ ഉണ്ടാവുക. ബോംബാർഡിയർ CRJ-700 ജെറ്റ് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചു വരികയാണെന്ന് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് അറിയിച്ചിട്ടുണ്ട്. അപകടത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് വിശദ അന്വേഷണം നടത്തുമെന്ന് NTSB ചെയർമാൻ ജെന്നിഫർ ഹൊമൻറ്റി പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഒരു മാസത്തിനുള്ളിൽ പുറത്തുവിടുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. വാഷിംഗ്ടൺ DC-യിലെ എയർ ട്രാഫിക് കൺട്രോൾ ടവറിന് ആവശ്യത്തിൽ ജീവനക്കാരില്ലായിരുന്നെന്നും ഒരേ ജീവനക്കാരൻ തന്നെയായിരുന്നു ഹെലികോപ്റ്ററിനും യാത്രാ വിമാനത്തിനും ഗതാഗത നിർദ്ദേശം നൽകിയിരുന്നതെന്നും പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. എതിർദിശയിൽ നിന്ന് വിമാനം വരുന്നതായി ഹെലികോപ്റ്റർ എയർ ട്രാഫിക് കൺട്രോൾ ടവറിൽ നിന്ന് മുന്നറിയിപ്പ് നൽകുന്ന ശബ്ദ സന്ദേശം BBC പുറത്തുവിട്ടിരുന്നു. അതേസമയം വിമാനത്തിലുണ്ടായിരുന്ന 27 പേരുടെയും ഹെലികോപ്റ്ററിലെ ഒരാളുടെയും മൃതദേഹങ്ങളാണ് പോട്ടോമാക് നദിയിൽ നിന്ന് ഇതുവരെ കണ്ടെത്തിയത്. നദിയിലെ വിറങ്ങലിക്കുന്ന തണുപ്പ് കാരണം മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അമേരിക്കൻ സൈന്യത്തിന്റെ സിക്കോർസ്കി UH-6 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുമായാണ് വിമാനം കൂട്ടിയിടിച്ച് തകർന്നത്. വിമാനത്തിലുണ്ടായിരുന്ന 64 പേരും ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 3 സൈനികരും മരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അമേരിക്കയുടെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളത്തിലാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായത് എന്നതും അധികൃതരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഹെലികോപ്റ്റർ വിമാനത്തിലേക്ക് ഇടിച്ചു കയറ്റുക തന്നെയായിരുന്നു എന്നാണ് പലരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും കുറിക്കുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ ആരാണെന്ന കാര്യം അടിയന്തരമായി പുറത്തുവിടണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. യാത്രക്കാരിൽ ആരെയെങ്കിലും ലക്ഷ്യമിട്ടാണോ ആക്രമണം നടന്നതെന്ന കാര്യം പരിശോധിക്കണമെന്നും ചിലർ പറയുന്നുണ്ട്. ഇത്തരത്തിലൊരു സന്ദർഭം ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണമെന്ന് വിദഗ്ധരായ പൈലറ്റുമാർക്ക് അറിയാമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിമാനം വരുന്നത് കാണുന്ന ഹെലികോപ്റ്റർ പൈലറ്റ് എന്തുകൊണ്ട് ദിശ മാറ്റാൻ ശ്രമിച്ചില്ല എന്നതാണ് മറ്റൊരു ചോദ്യം. അപകട കാരണം എന്താണെന്ന കാര്യം അധികൃതർ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. കൂടാതെ വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോൾ ടവറിൽ നിന്ന് ഹെലികോപ്റ്റർ പൈലറ്റിനോട് വിമാനം വരുന്നത് കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നതിന്റെ ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു. ഇതിനെതിരെ ട്രംപ് രൂക്ഷമായ വിമർശനം ഉയർത്തിയിരുന്നു. വിമാനം കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം എന്താണ് ചെയ്യേണ്ടത് എന്നല്ലേ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ പറയേണ്ടതെന്നും ട്രംപ് ചോദിച്ചിരുന്നു. 1982 ഇതേ വിമാനത്താവളത്തിൽ ഉണ്ടായ വിമാന അപകടത്തിൽ 78 പേർ അന്ന് കൊല്ലപ്പെട്ടിരുന്നു.